ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ആലപ്പുഴേൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മളെ പാർവതീൻ്റെ, അതായത് ഞങ്ങളുടെ ടീമിലുള്ള പാർവതീൻ്റെ വീട്ടിലാണ്. ഇതാണ് അവളുടെ വീട്. അപ്പോൾ നമ്മളിവിടെ വന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇവർ 2-3 വർഷമായിട്ട് ഇവിടെ കുളത്തിൽ കുറേ മീനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയതായിട്ട് ഇപ്പോൾ തിന്നാനുള്ള പാകത്തിലായിട്ടുണ്ട്. ഞങ്ങളിന്ന് മീനൊക്കെ പിടിച്ചിട്ട് തിന്നാൻ പോവാണ് ഗൈസ്. അപ്പം അത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയാം, കാരണം ഞാൻ ഇതുവരെ കുളത്തത്തെ മീനൊന്നും തിന്നിട്ടില്ല. പിന്നെ നിങ്ങളെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരട്ടെ. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പം നമുക്ക് എന്താ സൂത്രം ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. കണ്ടില്ലേ, ഇത്രയും ഭംഗിയില്ല സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിൻ്റെ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. പാർവതീൻ്റെ ഒരു ഓൺലൈൻ പ്ലാന്റ് കൃഷിയാണ് ഈ കാണുന്നത്. 10 മണി ചെടികളുടെ ഒരു വലിയ പൂന്തോട്ടം അങ്ങോട്ട് വരെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരാം. ഇത് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു കഴിയുമ്പോൾ ചെടിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഞാൻ അവളുടെ പേജ് താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ഇൻസ്റ്റയിൽ പോയിട്ട് മെസ്സേജ് അയച്ചാൽ മതി, കിട്ടൂട്ടോ. ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. കാരണം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളറിലൊന്നും അല്ല കേട്ടോ, വെറൈറ്റി കളറുണ്ട്. ഈ 10 മണി ചെടികൾക്കൊക്കെ അവിഹിതം ഉണ്ടായാലും എങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഞാൻ കാണിച്ചു തരാം. ഈ റെഡ് കണ്ടോ, ഈ റെഡും ഈ യെല്ലോവും ലവ് ആയിട്ടുണ്ടായതാണ്. ഇത് കണ്ടോ, ഇത് അതിൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു, ക്രോസായത്. അതുപോലെ ഒരുപാട് അവിഹിതങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. കുറേ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഈ 10 മണി ചെടിയൊക്കെ അവൾ കോംബോ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പ്രൈസിലാണ് നമുക്ക് കിട്ടുക. ഇതൊരു പ്രൊമോഷനായിട്ടൊന്നും ആരും കാണണ്ട കേട്ടോ. ഞാൻ ഇവിടെ കണ്ടപ്പോൾ കാണിച്ചു തരുന്നതാണ്. ഇതുണ്ടോ, നല്ല രസമുണ്ട്. ഒരു ചെടിയിൽ തന്നെ ഇത് ടിൻസൊക്കെ ഉണ്ടായിക്കൂടോ അവൾക്കല്ല, സോറി, അവളുടെ ചെടിക്ക്. ഇതെങ്ങനെയാണ്? ഓക്കെ, ഈ മഞ്ഞയും ഈ ഒരു പിങ്കും കൊളാബറേഷൻ ചെയ്തതാണ് ഇത്. ഒരുപാട് ചെടി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഉണ്ടല്ലേ, കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, ഈ സ്ഥലത്ത് കാണുന്നതൊക്കെ അവളുടെ 10 മണി ചെടിയാണ്. അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനിയാണ് നമ്മൾ മെയിൻ പോയിന്റിലേക്ക് പോകുന്നത്. എന്താ സംഭവം എന്നല്ലേ, കാണിച്ചു തരാം. ഇവിടെ കുറേ കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വരുമ്പോഴാണ് കണ്ട വൈറ്റും പിങ്കും ഒക്കെ കൂടിയിട്ട് വേറെ കളറായിരിക്കണം. എന്തായാലും അവളുടെ ആ ഒരു മനസ്സ് 10 മണി ചെടികളെ കൊളാബറേഷൻ ചെയ്തിട്ട് വേറെ 10 മണി ചെടികളാക്കി കൊടുക്കും. പക്ഷേ നൈസാണ്. ഇനി നമ്മൾ നേരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സംഭവത്തിലേക്കാണ്. എന്താണ് ഗായ്സ്, ഞാൻ എൻ്റെ 10 മണി ചെടികളെ കൊളാബറേഷൻ എല്ലാവരും അറിയിച്ചു. മഞ്ഞയും പിങ്കും കൂടിയിട്ട് വേറെ കൊളാബറേഷൻ ക്രോസ് ചെയ്തിക്കണു. എല്ലാം ഞാൻ കാണിച്ചു. പാർവതി നോക്കുക, താരാണ് വീട്ടിനെ വിട്ടത്തൊരു വ്ളോഗർ. രസേന് നമ്മൾ പോകുന്നത് മെയിൻ സംഭവത്തിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ എന്താണെന്നല്ലേ, നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. നമ്മൾ അപ്പുറം 2 കുളമുണ്ട് ഇവിടെ. ഒരു കുളത്തിൽ നമ്മൾ മോട്ടർ അടിച്ച് വെള്ളം വറ്റിക്കാൻ വെച്ചു. രണ്ടാമത്തെ കുളത്തിൽ നമ്മൾ വലയിടാൻ പോവാണ്. നമ്മളെ കോച്ച് ഫിറ്റ്, എൻ്റെ സ്വന്തം ചേട്ടൻ നിഷാദ്, പാർവതിയുടെ മാമൻ, ഒരു പണിയെടുക്കാണ്ട് പണിയെടുക്കണ പോലെ അഭിനയിക്കണ ശരത്ത്, കട്ടൻ ചായ കുടിച്ചിട്ട് വെറുതെ മീൻ പിടിക്കണം നോക്കിയിരിക്കണ പെറ്റ് ചേച്ചി. ഇനി 2 അവതാരങ്ങൾ വരാനുണ്ട്. ഒരാൾ അടുക്കളയിലും ഒരാൾ പല്ല് വെച്ചിട്ടുമില്ല. അതുകൊണ്ട് പല്ല് വയ്ക്കുന്ന തരുന്നിലാണ്. നമുക്ക് 3 മീനെ കിട്ടി ഗൈസ്. ഇതിൽ കുഞ്ഞതൊക്കെ ഉണ്ട്. ഇത് കുളം പറ്റിക്കാൻ പോകുന്നതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ തിരിച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ചേച്ചി. നമ്മൾക്ക് ഗപ്പീൻ്റെ കുളത്തിലിടാം. ഇനിയും ബാക്കിയുള്ള മീനൊക്കെയാണ് നോക്കുന്നത്. എന്താ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാതെ മനസ്സിലായി. ഇതാണ് പാർവതീൻ്റെ ആണ് കൊളാബറേഷൻ ചെയ്യണ മറ്റേ 10 മണി ചെടി. പാവം ചെടികളെ നീ ഇതാക്കല്ലടി. മഞ്ഞേന്റെ അടുത്ത് പിങ്ക് കൊണ്ട് വെച്ചിട്ട് മഞ്ഞയും പിങ്കും മിക്സ് ആയിട്ടുള്ള പൂവായിക്കും അവിടെ. അവരെങ്കിലും അവിഹിതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നോക്കട്ടെ, എന്താ കക്കൂസ് പോണോ? 2 ദിവസം കാണിക്കട്ടെ.
ശരത്ത് ഇടുക്കിക്കാരനല്ലടാ. ആ തോട്ടിൽ കിടന്ന് ഇതാവണുണ്ടായില്ല, അത് തുള്ളി മറിയണുണ്ടായി. ഏയ് ഭയ്യാ വീട് കരോ. നെഞ്ചത്തെ ഡാഡൊക്കെ ഉണ്ടല്ലോ. വാഴയുടെ അവിടെ നിന്ന് വെട്ടി ചേച്ചി നോക്കി തിരിഞ്ഞു നോക്കിയേ. ഹായ് 2 വാഴ. കോച്ച് ഫീറ്റ് ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുള്ള സങ്കടം ഉണ്ടാവില്ല ആ ചേട്ടന്. എന്നിട്ട് നമുക്ക് പിടിക്കാം വാലയിട്ടിരിക്കൂല. വെട്ടി ചേച്ചി ഇതാ, വെട്ടി ചേച്ചിയുടെ ഇത് പവർ കാണിക്കാൻ പോവാണ്. ആഞ്ഞാലി വെട്ടി ചേച്ചി എന്തിനാ പോയേ? വെട്ടി ചേച്ചി നമ്മൾ അടുത്തതായിട്ട് ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. പാർവതി വരുന്നുണ്ട് പുറകിൽ. ഒരു പണിയെടുക്കാണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് നൈറ്റ് ഇട്ട് വന്ന് നിൽക്കുക അവള്. മീനെ കിട്ടി. ഒരു മീനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മുള്ളുണ്ട് ഗൈസ്. നമ്മളാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഞാൻ വിളിച്ചോണ്ട് ഇത്രയും വന്നല്ലേ. എന്റെ മേത്തറിയല്ലേ? അതിന്റെ അടിയിൽ നെറ്റെടുത്തില്ലെങ്കിൽ അതില് മണല് കയറൂലേ? ഏട്ടാ കൊരണ്ടീനും കൊണ്ട് കുറച്ചിങ്ങനെ വലിച്ചാ പോരല്ലേ? അങ്ങനെ എവിടെ വളർത്താൻ? മാമ എന്നൊക്കെ ഗൈസ് ആമി ഗൈസ് പിടിച്ചിട്ട് തലയില് മുള്ളില്ലേ? മുള്ളില്ലേ? കടിക്കാനോ? ആകെ 3 വന്നുള്ളൂ. നമുക്ക് കിട്ടിയതൊക്കെ കുഞ്ഞു മീനാണ് ഗൈസ്. അതിന്റെ തലയും വാലും കളഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ. അത് നമുക്ക് തിന്നാം. നമ്മളതിനെ അപ്പുറം കരയിലേക്കാണ് പോകുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടാവും അല്ലേ? നിനക്ക് എന്താ വേണ്ടേ? വീടിന്റെ ആധാരം വെച്ച് ബാക്കി എന്താണെങ്കിലും കൊണ്ടുവെക്കും. ഓടേ വയ്യ ഓടതിന്റെ വീശാല് വെള്ളം തന്നെയാണോ? ഓടെ ഓടെ ഹൈ 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 ഹൈ. ഇല്ല ഞാൻ പാമ്പൊക്കെ കയറിയിട്ടുണ്ടാവും. ഇതുവരെ ഐഡിയ ആണ് അത്ര. ഞങ്ങൾ ബംഗാൾക്ക സാധാ കുടുംബം ഹേ.
എന്താടി അകത്ത് ഇത്രയും പാത്രം ഉണ്ടായിട്ട് ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞാൻ ഇരിക്കല്ലോ ഞാനിരിക്കുന്നതോ നീ ഇരിക്കണതോ അത് തന്നെയാടി ആ ട്രൗസർ ഇപ്പൊ ചാളിയൊക്കെ ആക്കി എങ്ങനെ നിങ്ങൾ വെറുതെ കണ്ടോണ്ട് കളിക്കാറ്റി ചെളി വേണ്ട മീൻ മാത്രം മതി ഓ പെരിയ മീനാണല്ലോ ഏട്ടാ തുള്ളി കളിക്കുന്നു നിറയെ മീൻ കിട്ടി നമുക്ക് ചളിവെള്ളം കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ മീനൊക്കെ പിടിച്ച് ഇപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അവരൊക്കെ പുറകിൽ ഓരോരുത്തരായി കുളിച്ച് മരികൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഞായറാഴ്ച ദിവസമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എന്തിലാണോ നിൽക്കുന്നത് അതിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തും അല്ലേ? ഇത് അങ്ങനെ ഫീൽ ചെയ്യണത്. എന്താടി ആമ ആമീന്നൊക്കെ പറഞ്ഞോണ്ട്. നമസ്കാരം. ലിപ്സ്റ്റിക്കൊക്കെ പോയല്ലോ. അയ്യോ ഇപ്പൊ ഓടും അവളകത്തേക്ക്. നമ്മുടെ പ്രഭാത ഭക്ഷണത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നല്ല കപ്പ. കപ്പ മാത്രല്ല ഇന്നലത്തെ അമ്പലത്തിന്റെ പ്രസാദം ഉണ്ട്. കൊച്ചു ഫിറ്റ് ഇതാ കഴിക്കുന്നു. ഹായ് ഹായ് ഹായ്. നിങ്ങളുടെ ഇക്ക നല്ല അയിലക്കറി ചാറ് വേണം. എവിടെ പോയാലും നീയാണല്ലോടി. നമ്മളിനി നല്ല കപ്പയും കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? ഓ മാനായിട്ടൊക്കെ വീഡിയോ പറഞ്ഞു ചേച്ചി എങ്ങനെയുണ്ട്? വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ വെക്കും. ഞങ്ങൾ തിന്നണ നോക്കട്ടെ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള വീട്ടിൽ നിന്ന് ലിപ്സ്റ്റിക് ഇടുന്ന വെറുതെ അല്ലടി. ഇതിനെ ഞാൻ മനസ്സിലാക്കണം. ലിപ്സ്റ്റിക്ക് ആ മറ്റേ അതിൻ്റെ ഒക്കെ ട്രോളില് ലിപ്സ്റ്റിക്ക് പിന്നെയും പോയടി. നമ്മള് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അത് പോകുന്ന ചേച്ചി നോക്കട്ടെ. ലിപ്സ്റ്റിക് ഉണ്ടോ? അങ്ങനെ വേറെ എന്തുവാടി അതൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട്. കോച്ച് ഫിറ്റിന് വരുന്നുണ്ട്. അല്ല ആശാടനെ ജിമ്മിൽ ഭയങ്കര ഇതാണ് കേട്ടോ. കുശലൊക്കെ കേട്ടിട്ട് ഭയങ്കര സ്ട്രിക്റ്റ്. ഇവിടെ ഒക്കെ നിലവിളക്കിന്റെ കഥ ആ സാധനമില്ലേ അതുപോലെ. ശരിക്കും നീ മറ്റേ ഹോമോ ഫിസിക്കസ് ഗ്ലാഡിയസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ശരി നമ്മൾ വേറൊരു വളപ്പിലേക്കാണ് പോകുന്നത്. വേറെ വളപ്പ് തന്നെ. അവിടെ വേറെ വരാലും അതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പിടിച്ചത് അലോഫീഷ്യസ് അലോഫസ്. എല്ലാവരും കൂടി നടക്കുകയാണ് അങ്ങോട്ടേക്ക്. പുറകിലും ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇനി ചൂണ്ടിട്ട് പിടിക്കാൻ പോവുകയാണ്. നമ്മൾ വലയിട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മോട്ടറിട്ട് വെള്ളം ഫുള്ള് ഇതാക്കാൻ പോകുന്നുണ്ട്.
ഓ ഇനിയിപ്പോൾ ചൂണ്ടയിടലും കൂടി ഉണ്ട്. ഞാൻ അടുത്തതായി കാണാൻ പോകുന്നത് മീൻ ചൂണ്ടയിടലാണ് കാണുന്നത്. അത് വെള്ളത്തിന്റെ അടിയിലേക്കേ പോയിട്ടില്ല. അങ്ങനെ നിന്നോ. ഓ വലിയ മീൻ വലിയ മീൻ. കയറ്റിക്കോ കയറ്റിക്കോ. നമുക്ക് നോക്കാം. നമുക്ക് മീനെ കിട്ടി ഫസ്റ്റ് ഇല്ല തന്നെ. എയിലിടും നമ്മള്. എന്താ സുസ്കാന്തി കുത്തിയത് നോക്കുന്നത്. ഹൈ 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 ഹൈ. അതെ ഇപ്പൊ അതിലേക്ക് തുള്ളും ചിലപ്പോ മറ്റേ മീൻ. ഇനി അത് ഒരു മീനും കൂടി ഉണ്ടല്ലോ അതില്. ചുരുളി പോലെ ആയിക്കണു അതിന് വട്ടം വട്ടം കുളത്തിന്റെ ഉള്ളിലോ. തേർഡ് ട്രിപ്പാണ് ഈ കാണുന്നത്. ഹൊയ്യ ബേക്കില് പോപ്പോ ശരത്തെ തുള്ളി തുള്ളിപ്പോ. ആ ശരത്തെ തുള്ളി ശരത്തെ. ഒരുത്ത ചൂണ്ടയും കൊണ്ട് വന്നിന് എന്തിനെന്ന് അറിയില്ല. ഗോതമ്പ് ഇട്ട് കൊടുക്കാനാടാ. തീറ്റ കൊടുക്കാൻ വന്നാടാ. അതിൽ കാണുന്നുണ്ടോ? 2 വരാലിനെ കിട്ടി. ഒന്ന് ഞാൻ ചൂണ്ടിട്ട് പിടിച്ചതാ. ബക്കറ്റില് ചൂണ്ടിട്ട് പിടിച്ചോ ശരത്തെ. ശരത്ത് നടക്കണം. ആശാണ്ട് കാണിക്കണം. രണ്ട് കോരല്ല 2 മീൻ കിട്ടി. പിന്നെ കോരിട്ട് വേസ്റ്റ് മീനില്ല. ഇതിൽ നിറയെ മീനുകളാണ്. സെപ്പറേറ്റ് ആയിട്ടാ മുള്ളുണ്ടാട്ടോ വലുതാണല്ലോ. സെപ്പറേറ്റ് ആക്ക. നല്ല ആമേനെ ഇത് നോക്കി പണഞ്ഞു പണഞ്ഞു കിടക്കുക. അമ്പാനിയും അള്ളപ്പെടുത്തു. ബക്കറ്റിലിട്ട് വെള്ളമായിട്ട് വെച്ചാൽ നമുക്ക് നോക്കാം ചൂണ്ടിട്ട് കിട്ടുന്നുണ്ടോ. ഗോതമ്പ് തിന്നു. താങ്ക് യു ഫോർ ദ ഫുഡ് എന്ന് പറഞ്ഞത്. ആദ്യം കിട്ടിയോ? വലിയ കിട്ടി. അപ്പോൾ നോക്കിയാ അവന്റെ എങ്ങനെ പറ്റണ ഇതൊക്കെ. എന്താ അവന്റെ സന്തോഷം. തവളയാ പിന്നാളല്ലേ തിന്നുമ്പോ സങ്കടമൊന്നുമില്ലല്ലോ. കണ്ണു വരെയൊന്നും കുത്തി തിരണേ. കണ്ണ് കൃഷ്ണമണി എന്നാക്കി പറ്റി ചേച്ചി ഇന്നലെ. ഇല്ല കണ്ണ് നീ അതില്ല. അതാ പിടിച്ചപ്പോണായിരുന്നു വീഡിയോ ഹെവി പിടുത്തായിരുന്നേ. കഴിഞ്ഞു ഇങ്ങനെയായിരുന്നു ചോര ചിന്തി. എലിയുണ്ടോ? എലി ഇടുന്നുണ്ടോ? വരാം. രണ്ട് ചടി എടുത്തിട് എടുത്തിട്. പിടിച്ചോ തലക്കുടിക്ക് പിടിച്ചോ. ഇല്ല പിടിച്ചോ പിടിച്ചോ. അങ്ങനല്ല കൈ കൊണ്ട് പിടി. മുള്ളിലാണ്. ഇത് പഠിച്ചോണ്ടിരുന്നതാ. പക്ഷെ ഞാൻ ഞെക്കി പിടിച്ചോണ്ട് ഇപ്പൊ പഴക്കമില്ല. ചത്തു തോന്നുന്നു. നമ്മളതിനെ വെള്ളത്തിലിട്ട് വിട് കൊത്ത് അടക്ക്. അല്ല തുള്ളത് ഇല്ലതാ. തുള്ളു
വറ്റിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മീനില്ല. ചൂണ്ടിട്ട് പിടിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ശാറ. എത്രണ്ണം കിട്ടിയടാ? മൂന്നെണ്ണം ഒന്ന് മടക്ക്. നിനക്കുള്ളതായല്ലോ. എനിക്കുള്ള ഏറ്റവും വലുതാണ്, ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലുതാ. അതിലും വലിയ കിടപ്പുണ്ട്. ഇപ്പൊ ചെന്ന് നോക്ക്, ആ കണ്ണു പോയാൽ വലുത്. ആ അതിലും വലുതുണ്ട്. ചേച്ചി പിന്നെ ഇപ്പൊ 2 വരാലിനെ പിടിച്ചില്ലേ, അതിന്റെ വാലിന്റെ അത്ര ഉണ്ടാവും. ഭയങ്കര വെയില് അവിടെ. അതാ ഞാനും പോന്നെ. ഇത് ചുമന്നിട്ടാ വെയില്. എന്താ പിടിക്കണില്ലേ? എന്റെ വെള്ളം അവിടെ മുങ്ങി. പറ്റില്ല പോലെ. വെള്ളം പറ്റാതെ മീൻ കിട്ടില്ല. എങ്ങനെ പിടിക്കാനാ ഉള്ളത്? ചൂണ്ടി പോകുന്നില്ലേ, ഞങ്ങളിപ്പോ ഇങ്ങനെ തന്നെയല്ലേ നിക്കുന്നത്. അപ്പുറത്ത് അതീ ചവിട്ടല്ല, ആ കറുത്ത പൈപ്പി ചവിട്ടല്ലേ. ഇവിടെ നിന്നാ ഈ ചപ്പില്ലേ വലിയ ഇങ്ങനത്തെ ചപ്പ് വരുന്നത് മാത്രം. ഈ വെള്ളം എപ്പം തീരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്തോ ഉണ്ട്. വേഗം പോ, വേഗം പോ. ഓടറി ഓടറി. എന്താ എന്താ കണ്ട് അത് ഈർക്കോലല്ലേ? ഇതിനെ കണ്ടിട്ട് അതെ, കാലമാടനല്ല കുത്തിയിരിക്കുന്നത്. എവിടെ പാമ്പോടെ പോയി പോയി പിടിക്കേ. നമ്മുടെ മീൻ പിടുത്തെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല മീൻ കറി ഉണ്ട്, പിന്നെ പുളിശ്ശേരി ഉണ്ട്, അടിപൊളി ചിക്കൻ കറി ഉണ്ട്. എനിക്ക് വിശന്നു. പിന്നെ എല്ലാവരും വെയിറ്റ് ആക്കി നിൽക്കുകയാണ്. എല്ലാവരും കുളിക്കാനൊക്കെ റെഡിയാവാണ്. പെട്ടി ചേച്ചി പാമ്പിനെ കണ്ട് ഓടിയിട്ട് പെട്ടി ചേച്ചി കൈ മുറിഞ്ഞു. അതുകൊണ്ട് ഇനി സ്പൂണും കൊണ്ടാണ് വെക്കാണ്. പാർവതി ചോറ് വയ്ക്കാൻ വന്നിട്ടുണ്ട്. കോച്ചേ എത്രത്തോളം കാപ്സൊക്കെ വലിച്ച് കയറ്റുന്നേ അറിയാം. ഏതും ഇല്ലത്തെയാ പൂണൂലൊക്കെ ഉണ്ടല്ലോ. പരിഷ്കാരിയാ, സ്പൂണും കൊണ്ടൊക്കെ തിന്നുള്ളൂ. പിന്നെ അങ്ങനെയൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ പിടിച്ച് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും പാടെ ഉറങ്ങി. എഴുന്നേറ്റത് 7 മണിക്ക്. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ മീനും കൊണ്ട് എറണാകുളത്തേക്ക് ഇപ്പോൾ പോവുകയാണ്. എന്നിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് കറിയാക്കി കഴിക്കും. കാരണം ഇവിടെ ആരും അങ്ങനത്തെ മീൻ കഴിക്കൂല. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ മുന്നേ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടെ അവിടുത്തെ അടുത്തൊരു വീഡിയോ കിട്ടുന്നത്.